ഹലോ പ്രിയ സുഹൃത്തുക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു പുതിയ വിഷയമായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പ്രവാസ ജീവിതം തുടങ്ങുമ്പോൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വന്നിട്ടുള്ളത്. ഒന്നുമല്ല, നമ്മൾ പ്രവാസികൾ ആവണം, പ്രവാസ ജീവിതം അനുഭവിക്കണം, പ്രവാസത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ള ചിന്ത ഓരോ മനുഷ്യരിലും പൂവിട്ട് തുടങ്ങുമ്പോൾ, ആഗ്രഹിച്ച് തുടങ്ങുമ്പോൾ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പ്രവാസം ആഗ്രഹിച്ച് തുടങ്ങുന്ന അതേ സമയം തന്നെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിനക്ക് അന്യനാട്ടിൽ പോയി കഴിഞ്ഞാൽ എന്ത് ജോലി ചെയ്യാൻ അറിയും എന്നുള്ളൊരു ചോദ്യം ബെസ്റ്റാണ്. അതറിയാതെ ഒരാളും ഗൾഫിൽ പോവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പോവണ്ട എന്ന് പറയാൻ പറ്റില്ല, പോവണം, പോയേ പറ്റുള്ളൂ. പക്ഷേ ജീവിതം പ്രവാസത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. ആദ്യത്തെ പ്രശ്നമാണ്, നമ്മൾ എയർപോർട്ടിൽ പോകുമ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ബോർഡിംഗ് പാസ് കാര്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞ് നേരെ കസ്റ്റംസ് ചെക്കിങ് കഴിഞ്ഞ് അകത്തേക്ക് നമ്മൾ വിമാനത്തിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അവിടെ നിന്നാണ്. ഒരാളെ കയ്യിൽ നിന്ന് നമ്മൾ ഒരു സാധനങ്ങളും വാങ്ങിക്കാൻ പാടില്ല. എത്ര വലിയ സുഹൃത്താവട്ടെ, എത്ര വലിയ അടുത്ത സുഹൃത്തായിരിക്കട്ടെ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് നമ്മൾ വെച്ചതിന് ശേഷം പുറത്തു നിന്ന് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു സാധനങ്ങളും വാങ്ങിക്കാൻ പാടില്ല. ആദ്യത്തെ ലോക്ക് വീഴേണ്ട ഒരു സാഹചര്യം അതാണ്. അതിൽ നിന്ന് നമ്മൾ ആദ്യം രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കസ്റ്റംസ് ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വിമാനത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ട് വിമാനത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ചില ആളുകൾ കണ്ടിട്ടുണ്ട് കൂട്ടുകാരെ പരിചയപ്പെടുക. എവിടെയാണ് ജോലി, എവിടേക്കാണ് പോകുന്നത്, എവിടെയാണ് സ്ഥലം, എന്താണ് ഏതാണെന്നൊക്കെ സർവ്വസാധാരണമായിട്ട് നമ്മൾ അന്വേഷിക്കുന്ന ഒരു സംഭവമാണ്. അത് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഗുണം ചെയ്യും, ചിലതിൽ നമുക്ക് ദോഷം ചെയ്യാനും സാധ്യതയുണ്ട്. ഗുണം എന്ന് പറഞ്ഞാൽ, പോകുന്ന ആൾ ചിലപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, അറിയാവുന്ന സ്ഥലത്ത് ആയിരിക്കും, തൊട്ടടുത്തായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം പോകുന്ന ഫസ്റ്റ് വ്യക്തിക്ക് അറിയില്ലല്ലോ എവിടെയാണ് സ്ഥലം, എന്താണ്, ഏതാണ്, ഏത് ഭാഗത്തേക്കാണ് പോകുന്നതെന്നൊന്നും അറിയില്ല. സൗദിയിലാവട്ടെ, ദുബൈയിലാവട്ടെ, ഒമാനിലാവട്ടെ, എവിടെ ഖത്തറിലാവട്ടെ, ഏത് സ്ഥലത്തായാലും പ്രശ്നമുള്ള കാര്യമല്ല. എവിടെ ആയാലും നമ്മൾ അറിയുന്ന കാര്യങ്ങളാണ്, അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അത്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഒരു ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. ഞാൻ പറയുമ്പോൾ ഗ്യാപ്പ് ഇടുന്നത് നല്ലതാണ്. അവിടെ എത്തിക്കഴിഞ്ഞ്, ഗൾഫിലെത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ ആരാണോ പിക്ക് ചെയ്യാൻ വരുന്നത് അയാളെ വെയിറ്റ് ചെയ്ത് അയാളെ വന്ന് അയാളെ വണ്ടിയിൽ പോയി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ റൂം ഏതാണോ, ആ റൂം നമ്മളെ കട്ടിലേതാണോ
ആ കട്ടിൽ നോക്കി നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ ഒതുക്കി വെച്ച് ബെഡിൻ്റെ അടിയിൽ കട്ടലിൻ്റെ അടിയിൽ നമ്മളെ ബാഗെല്ലാം കൊണ്ടുപോയി വെച്ച് നമ്മൾ നമ്മുടെ ഒരു ഇരിപ്പിടം ഉറപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം കിട്ടുന്ന ഒരു സീറ്റാണത്. അവിടെ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെ റൂമിന് ചുറ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവരെ കൂടെ ആദ്യം സഹായമായിട്ട് കൂടെ നിൽക്കാൻ നമ്മൾ നല്ലൊരു മനസ്സുണ്ടാക്കണം. ചെന്ന ഉടനെ തന്നെ ഞാൻ ഗൾഫുകാരനാണ്, ഞാൻ ഇന്ന ഒരു പദവിയിലിരിക്കുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഹെഡ് ഗാനം വെച്ചിട്ട് അങ്ങോട്ട് പോകേണ്ട. ആൾക്കാരെ പിടിച്ച് പുറത്തേക്കാക്കും. അവരെ കൂടെ മെസ്സായാലും കുക്ക് വെച്ച് കഴിക്കാനായാലും അവരെ കൂടെ സഹായമായിട്ട് ആദ്യം നിൽക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. എല്ലാ കാര്യത്തിലും ഒരു എടുത്തുചാട്ടം നല്ലതാണ്. ഏത് കാര്യത്തിൽ, മെസ്സ് ഭക്ഷണം വെച്ചുണ്ടാക്കുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ റൂം വൃത്തിയാക്കുന്ന കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും ഒരു മുൻചാട്ടം, എടുത്തുചാട്ടം നല്ലതാണ്. അത് ഗുണം ചെയ്യും എന്നാണ് എനിക്കിതിൽ ആദ്യത്തെ പ്രവാസി ചുവട് വെക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരുത്തിനെയും കണ്ണു അടച്ച് വിശ്വസിക്കണ്ട. നമുക്കുള്ള പാരകൾ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ ഒരാൾക്ക് പാരാവുന്നതെന്നല്ലേ അടുത്ത ചോദ്യം. ഒരാൾക്ക് ഒരു പാരാവാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ഏതെങ്കിലും ഒരു കാരണത്തിൽ ഒരാളുമായിട്ട് ചെറിയൊരു പിണക്കായി കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ പറയും, പിന്നെ അവനെ വിശ്വസിക്കേണ്ട കേട്ടോ, ഭൂലോക തരികടയാണ് എന്ന് പറയും. ആദ്യത്തെ ഒരു പാര. രണ്ടാമത്തെ പാര വരും, പിന്നെ മറ്റേ എനിക്ക് ഉള്ള അധികം കൂട്ടുകെട്ടോ കാര്യങ്ങളൊന്നും വേണ്ട. കാശിടപാടൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കേട്ടോ. പൈസ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാനൊക്കെ പ്രയാസമായിരിക്കും. ആദ്യത്തെ രണ്ടാമത്തെ ഒരു കാര്യം. അങ്ങനെ പല പല സംഭവങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. പിന്നെ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം, തൊഴിലിലേക്കാണ് കടക്കുകയാണ്. ജോലിക്ക് പിറ്റേ ദിവസം ചെല്ലുമ്പോൾ അവിടെ ഒട്ടും ആത്മാർത്ഥത കുറവില്ലാതെ ജോലി ചെയ്യാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക. ഞാൻ ഇന്ന ജോലിക്കാണ് വന്നതെന്നും ഞാൻ ആ പണി മാത്രമേ എടുക്കുള്ളൂ എന്നും അവിടെ പറയാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കാനുള്ളതാണ് എൻ്റെ അഭിപ്രായം, എനിക്ക് പറയാനുള്ളത്. കാരണം ഞാനൊരു 24 വർഷമായിട്ട് ഗൾഫ് ജീവിതം നയിക്കുന്നൊരു വ്യക്തിയാണ്. നിങ്ങൾ കഴിവിൻ്റെ പരമാവധി എന്ത് ജോലിക്കാണോ പോകുന്നത് എന്നുള്ളതല്ല വിഷയം, എന്ത് ജോലി ചെയ്യാനും നല്ലൊരു മനസ്സുണ്ടാവുക, നല്ലൊരു ആത്മാർത്ഥത ഉണ്ടാവുക. കൂടെ നിൽക്കുന്ന ആൾക്കാർ ആരെന്തെന്നെ പറഞ്ഞാലും ശരി, നിങ്ങളെ ജോലി വളരെയധികം ശ്രദ്ധിച്ചിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ എത്രമാത്രം തൊഴിൽ ആത്മാർത്ഥത കാണിക്കുന്നു അത്രമാത്രം നിങ്ങൾക്ക് ആ തൊഴിലുടമയുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും. ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തൊഴിലുടമയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഇല്ല എന്ന് മാത്രമല്ല, നിങ്ങളെ ശത്രുവായിട്ട് കണ്ടുന്ന ആൾക്കാർ വരെ നിങ്ങളെ കുറ്റം പറയാൻ തുടങ്ങും. പിന്നെ നിങ്ങളടുത്ത് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, അവർ നീ ഒരു കാര്യം ചെയ്യും, നാട്ടിൽ പോകാൻ നോക്കിക്കോ, നാട്ടിൽ പോയിക്കോ, അതാ നല്ലത്, ഇവിടെ നിനക്ക് ബുദ്ധിമുട്ടാണ് നിന്ന് പോകാൻ എന്ന് പറയും. നമ്മളെ തളർത്താനുള്ള ആളുകൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ഒരുത്തൻ്റെയും വാക്ക് കേൾക്കേണ്ട ആവശ്യമില്ല. കിട്ടുന്ന ശമ്പളത്തിൽ തൃപ്തനായിട്ട് ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. കഴിവിൻ്റെ പരമാവധി
ഇവിടെ നടക്കുന്ന പ്രയാസങ്ങൾ നാട്ടിൽ വിളിച്ച് പറഞ്ഞിട്ട് വീട്ടുകാരെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരെ ഭാഗത്തു നിന്ന് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് നീ ഇങ്ങോട്ട് പോരെ എന്ന് പറയും അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓ സമാധാനമായല്ലോ, തെറ്റുപറ്റി. തിരിച്ച് നാട്ടിൽ എത്തിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ തെറ്റുണ്ടാവുന്നോ ആ തെറ്റുകൾ മൊത്തം നിൻ്റെ കുരുത്തക്കേട് കാരണമാണ് നിന്നെ ഗൾഫിൽ നിന്ന് വരെ നാട്ടിൽ കയറ്റി വിട്ടത് എന്ന് പറയും. അവിടെയും സമാധാനം നഷ്ടപ്പെട്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന ജോലി ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്ത് ആ കിട്ടുന്ന ശമ്പളം കൊണ്ട് നമ്മൾ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളായാലും സ്വന്തം കാര്യങ്ങളായാലും സന്തോഷത്തോടു കൂടി ചെയ്യാനുള്ള ഒരു മനസ്സ് ഉണ്ടാവുക. വേണ്ടില്ലേ, എൻ്റെ ബാക്കിൽ ഒരാൾ വരുന്നുണ്ട്, ലേബറിൽ ബലദിയ മുനിസിപ്പാലിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, എനിക്ക് എൻ്റെ പുറകിൽ കാണാൻ പറ്റും. അവിടെ കുറച്ച് 2-3 പേര് അവിടെ ഒരു സൈക്കിള് ഒക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. സൈക്കിള് കൊടുത്തിട്ട് അവരൊരു ജോലിയുടെ ഭാഗമായിട്ട് സൈക്കിളിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കാരണവശാലും നമ്മൾ ചെയ്യുന്ന തൊഴിലിൽ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുക, കഴിയുന്ന പരമാവധി അറിയുന്ന തൊഴിലിൽ വരികയാണ് എപ്പോഴും നല്ലത്. കാരണം അറിയുന്ന തൊഴിൽ ചെയ്യുമ്പോൾ ഒരിക്കലും മടുപ്പായിട്ട് നമുക്ക് തോന്നില്ല. അറിയാത്ത ജോലി ചെയ്യുമ്പോൾ എല്ലാ ജോലികളും ചെയ്യേണ്ടി വരും. കാരണം ഒരു ഹെൽപ്പറായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. അവിടെ നിൻ്റെ മുഖം നോക്കിയിട്ടല്ല അവിടെ ജോലി തരുന്നത്, നിൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ നോക്കിയിട്ടല്ല ജോലി തരുന്നത്. നീ ഏത് തരത്തിൽ നിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻ കാണിച്ചിട്ട് വിഷമങ്ങളും പ്രയാസങ്ങളും നിൻ്റെ മുഖത്ത് എത്രത്തോളം കാണിക്കുന്നു അത്രത്തോളം നിനക്ക് ബുദ്ധിമുട്ട് കൂടി വരിക എന്നല്ലാതെ കുറയില്ല. മനസ്സിലായോ? അപ്പം നമ്മളിപ്പോൾ ഇവിടുത്തെ വെയിലെല്ലാം കൊണ്ട് തളർന്ന് ക്ഷീണിച്ചിട്ടിരിക്കുമ്പോൾ നിൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നോട് നല്ല ക്ഷീണമുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഒരാൾ വരുന്നുണ്ടെങ്കിൽ അയാൾ കൂടുതൽ പണി നിനക്ക് തരാൻ സാധ്യത കൂടുതലാണ്. മേലുദ്യോഗസ്ഥനായാലും കീഴുദ്യോഗസ്ഥനായാലും ഏതെങ്കിലും ഒരാളുടെ കീഴിലായിരിക്കുമല്ലോ നമുക്ക് ജോലി ഉണ്ടാവുക, അല്ലേ? അപ്പോൾ അവരെ കുറ്റങ്ങളും കുറവുകളും നമ്മൾ കഴിയുന്ന പരമാവധി പറയാതിരിക്കുക. കാരണം അവരെ തെറ്റുകൾ തിരുത്താൻ അവർക്ക് തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും. പിന്നെ പുതുതായി വന്ന് നമ്മളെ കാര്യങ്ങൾ കേൾക്കാനൊന്നും ഒരാളുണ്ടാവില്ല. അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഹെഡ് വെയിറ്റ് നാട്ടിൽ കാണിക്കുന്നത് പോലെ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. എങ്കിലും നാട്ടിൽ ഞാനൊരു പുലിയാണെന്ന് പറഞ്ഞിട്ട് ഗൾഫിൽ വന്നിട്ട് പുലിക്കളി തുടങ്ങി കഴിഞ്ഞാൽ നിനക്ക് 8-8 16ൻ്റെ പണിയാണ് തരും. പിന്നെ നിനക്ക് കയറി ഇറങ്ങാൻ സ്ഥലങ്ങൾ തികയാതെ വരും. കാരണം എന്ന് വെച്ചാൽ ലേബറിൽ പോകാൻ ഒരാൾ പറയുന്നു, മറ്റാൾ പറയുന്നു നീ പോലീസിൽ പോയി കംപ്ലൈൻറ്റ് കൊടുക്ക്, വേറെ ആൾ പറയുന്നു നീ ഒരു കാര്യം ചെയ്യോ കോർട്ടിൽ പോയിക്കോ എന്നൊക്കെ പറയും. ഈ പോവാനും വരാനൊക്കെ ഇഷ്ടം പോലെ കാശിന് ചിലവാണ്. മനസ്സിലായോ? അപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഗൾഫിൽ പോകുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റൊരുത്തൻ്റെ തെറ്റുകുറ്റങ്ങളെടുത്ത് പറയാതിരിക്കാൻ ശ്രമിക്കുക. ഒരാളുടെ കുറ്റം നോക്കണ്ട, അവനവൻ്റെ ജോലി നോക്കിയിട്ട് മുന്നോട്ട് പോവുക. ആ ജോലി സന്തോഷമായിട്ട് ആ ജോലി ചെയ്യുക. 2 വർഷത്തെ അഗ്രിമെൻ്റ് വിസയാണെങ്കിൽ 2 വർഷം പൂർത്തിയാക്കി സലാം പറഞ്ഞിട്ട് പിരിയാൻ നോക്കുക. അതല്ലാതെ അവിടെ പോയിട്ട് ഗുണ്ടാഴ്ച ഇറക്കി കഴിഞ്ഞാൽ 8-8 16ൻ്റെ പണി തരും. മാത്രമല്ല നമ്മൾ അതിനേക്കാൾ ഡബിൾ അലച്ചലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുക. പിന്നെ റൂമിലിരിക്കുന്ന ആൾക്കാരെ നമ്മളെ തള്ളി പറയാൻ തുടങ്ങും. അവർക്ക് മെസ്സിൻ്റെ പൈസ കൃത്യമായിട്ട് കിട്ടിയേ പറ്റുള്ളൂ, റൂം വൃത്തിയാക്കിയേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പുതിയ പ്രവാസത്തിലേക്ക് കടക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടിയിട്ട് ഞാനിത്
സമർപ്പിക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഗൾഫ് ജീവിതം തുടങ്ങാൻ പോകുന്ന പുതിയ തലമുറകളടുത്ത് എനിക്ക് പറയാനുള്ളത്, ജാട ഒഴിവാക്കി ജീവിതം കെട്ടിപ്പടുത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരുത്തനെയും കണ്ണുമടച്ച് വിശ്വസിക്കേണ്ട. അവനവൻ ചെയ്യുന്ന തൊഴിൽ സത്യസന്ധതയോട് കൂടിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ മരണം വരെ എവിടെയായാലും ജോലി ചെയ്യാനുള്ള ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ ഒരു പ്രയാസം ഈ ഗൾഫ് രാജ്യത്ത് നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ല. ഒരു പ്രയാസം നേരിടേണ്ടി വരില്ല. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പുതിയ പ്രവാസികളുടെ അടുത്ത് നിങ്ങൾ വളരെയധികം ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് നിങ്ങളെ തൊഴിലിൽ മെച്ചപ്പെടുന്നത് വരെ ജോലി ചെയ്യുക. മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ ഓരോ കിട്ടുന്ന നാണയത്തൊട്ടുകളും അമൂല്യമാണെന്ന് മനസ്സിലാക്കിയിട്ട്, അമൃതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ നാണയത്തൊട്ടുകളും സ്വരൂപിച്ച് വെച്ച് അതിൽ നിന്നും ജീവിതം കെട്ടിപ്പടുത്ത് ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരു കാശ് പോലും അനാവശ്യമായി ചിലവഴിക്കാതെ, ധാരാളം ചിലവ് ചെയ്യാതെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത് വരെ, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം നടക്കുന്നത് വരെ നിങ്ങളൊരു പൈസ പോലും ചിലവഴിക്കാതെ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. ഇപ്പോഴൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, കുട്ടികൾ ആദ്യം തന്നെ ഒരു ഐഫോൺ വാങ്ങിച്ചിട്ട് പോക്കറ്റിലിട്ട് പിന്നെ അത് റീചാർജ് ചെയ്യാനുള്ള കാശ് വേറെ തന്നെ കടം മേടിക്കണം. അവൻ്റെ സ്വന്തം എന്ന് പറയാൻ ഐഫോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. വിറ്റ പകുതി പൈസ പോലും കിട്ടില്ല. അതാണ് ഐഫോൺ. അതായത് കൊടുത്തു കഴിഞ്ഞാൽ മേടിച്ചതിൻ്റെ പൈസ പോലും കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ നല്ലത് ഈ കാശ് കൊണ്ട് നമുക്ക് വിറ്റാൽ ഒട്ടും കുറവില്ലാത്ത സംഖ്യക്കുള്ള എന്തെല്ലാം സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. സ്വർണം വാങ്ങിച്ചൂടെ? അതുപോലെ തന്നെ കുറച്ച് കാശ് കയ്യിലുണ്ടായി കഴിഞ്ഞാൽ സ്ഥലം വാങ്ങിച്ചൂടെ? അപ്പോൾ ചോദിക്കും, സ്ഥലം വാങ്ങിച്ചാൽ ഫോൺ ഉപയോഗിക്കുന്നത് പോലെ ആവും. എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. എല്ലായിടത്തും ഐഫോണല്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരവരെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട ഫോണുകൾ എല്ലാവരുടെ കയ്യിലുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ നടക്കാൻ കുറച്ച് ലേറ്റ് ആയാലും നമുക്ക് ആഗ്രഹം സാധിപ്പിച്ചെടുക്കാമല്ലോ. അപ്പോൾ എനിക്കതാ പറയാനുള്ളത്. പിന്നെ ശരി, എന്നാൽ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണാൻ വരും. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പ്രവാസ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും അവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്. ഇനി വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതുപോലെ ചെറിയൊരു വീഡിയോ ആയിട്ട് വലിയൊരു കാര്യവുമായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, നമസ്കാരം, അസ്സലാമു അലൈക്കും.